അനിമൽ രചന സൂര്യകാന്തി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കണ്ണുകൾ വലിച്ചുറക്കുമ്പോൾ തലക്കകത്ത് വണ്ടുമൂളും പോലെ തോന്നി നിരഞ്ജന്. കണ്ണു തുറന്ന് ചുറ്റും നോക്കവേ കാണുന്നതെല്ലാം നാലായി കാണുന്നു. അതൊട്ടും തെളിച്ചമില്ലാതെ നിരഞ്ജൻ തലയൊന്നു കുടഞ്ഞുകൊണ്ട് കണ്ണുകൾ ഇറുക്കെ ചിമ്മി തുറന്നു. തൊട്ടുമുമ്പിൽ കാണുന്ന ചുവന്ന് കലങ്ങിയ കണ്ണുകളിലേക്ക് നിരഞ്ജനെ നോട്ടമുടക്കി. അത് ജിതിന്റെ കണ്ണുകളാണെന്ന തിരിച്ചറിവിൽ നിരഞ്ജനൊന്ന് നടുങ്ങി. ഇന്നേ വരെ കാണാത്തൊരു ജിതിൻ. പാറു പറഞ്ഞ കഥകളിലുള്ളതിനേക്കാൾ അപകടകാരിയായ ഒരു ജിതിൻ. അവന്റെ മുഖത്ത് വിരിയുന്ന ചിരി പോലും ആരെയും ഭീതിയിൽ ആഴ്ത്തിക്കളയും. ക്രിമിനൽ. ഇതുവരെ താൻ കണ്ടവരെക്കാളും അടുത്തെറിഞ്ഞവരെക്കാളും വലിയ ക്രിമിനൽ. നിരഞ്ജൻ മനസ്സിലോർത്തുപോയി. നിരഞ്ജൻ ചുറ്റും നോക്കി. തൊട്ടരികിലായിരിക്കുന്ന പാറുവിനെ കണ്ടപ്പോഴാണ് അവന് ഇത്തിരിയെങ്കിലും ആശ്വാസം തോന്നിയത്. അവൾ ജീവനോടെ ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, കൂട്ടത്തിലെല്ലാവരെയും രക്ഷപ്പെടുത്താം, നിരഞ്ജൻ മനസ്സിലോർത്തു. പക്ഷെ അതത്ര എളുപ്പമല്ലെന്നുകൂടെ അവൻ ആലോചിച്ചെടുത്തിരുന്നു. ആ, നിനക്ക് ബോധം വന്നോ? ജിതിൻ ചിരിയോടെ നിരഞ്ജൻ നോക്കി ചോദിച്ചു. നിരഞ്ജൻ പല്ലിറുമിപ്പോയി. കയ്യിലെ കെട്ടൊന്നഴിഞ്ഞു കിട്ടിയാൽ ആ തേക്കാത്ത ചുമരിൽ വെച്ച് അവന്റെ മുഖം പിടിച്ചു ഉരക്കാമെന്ന് നിരഞ്ജൻ തീരുമാനിച്ചു. അത്ര ദേഷ്യമുണ്ടവന് ജിതിനോട്. അവൻ ചുറ്റും നോക്കി. എല്ലാവരും പേടിച്ചരണ്ടി ഇരിപ്പാണ്. എല്ലാവരുടെ കണ്ണിലെയും പ്രതീക്ഷ അണഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അവരെല്ലാം രക്ഷകനായി തന്നെ പ്രതീക്ഷിച്ചിരുന്നിരിക്കാമെന്ന് അവൻ ഓർത്തു. താൻ ഇത്രയും ബോധമില്ലാതെ പെരുമാറാൻ പാടില്ലായിരുന്നു. അതും പാറു ജിതിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഇത്രയധികം മുന്നറിയിപ്പ് തന്നിട്ട് പോലും. നീ എന്താടാ അവളെ തന്നെ വായി നോക്കിയിരിക്കുന്നത്? ദാ ഇങ്ങോട്ട് നോക്ക്, നീ എന്റെ മുഖത്തേക്ക്. ജിതിൻ പാറുവിനെ തന്നെ നോക്കിയിരിക്കുന്ന നിരഞ്ജന്റെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ മുഖം തിരിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ കെട്ടൊന്ന് അഴിച്ചു വിടാ, നിന്നെ ഞാൻ ബാക്കി വെക്കത്തില്ല. പിന്നെ നിരഞ്ജൻ മുരണ്ടു. തൊട്ടടുത്ത നിമിഷം ജിതിന്റെ കൈയൊന്ന് ഉയർന്നു കാണുന്നു. നിരഞ്ജന്റെ കവിളും ചെവിയും കൂട്ടിയാണ് അടി വീണത്. നിരഞ്ജന്റെ വായിൽ രക്തം ചുവച്ചു. നിരഞ്ജൻ പകമുറ്റുന്ന കണ്ണുകൾ ചുരുക്കി ജിതിനെ നോക്കി. ജിതിൻ, മതി, നിർത്ത്. പാറുണ ആകുലതയോടെ വിളിച്ചു പറഞ്ഞു പോയി. ജിതിൻ തിരിഞ്ഞവളെ നോക്കി. ആ കണ്ണുകളിൽ നിറയെ ഭയമാണ്. താൻ നിരഞ്ജൻ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു ഭയം. ആ ഭയം കാണുമ്പോഴാണ് ജിതിന് സമുദ്രേറ്റുന്നത്. ആ ഭയം കാണുമ്പോഴാണ് ജിതിൻ പരിസരം മറക്കുന്നത്. അവൻ കാട്ടാളനായി മാറുന്നത്. ഒരിക്കൽ തന്നെ മാത്രം സ്നേഹിച്ചവളാണ്. ഇപ്പോൾ അവൾക്ക് നിരഞ്ജന മതി എന്ന് പോലും. അതെങ്ങനെ ശരിയാവും? പാറു എന്റേതല്ലേ, എന്റേത് മാത്രം. ജിതിൻ അവളുടെ അരിയിലേക്ക് വന്നിരുന്നു. പാറു മുഖം താഴ്ത്തി കളഞ്ഞു. ജിതിൻ കുനിഞ്ഞുപോയ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. നിന്റെ ഉള്ളിൽ അവനാണോ? അപ്പൊ എന്നോട് നിനക്ക് ഇഷ്ടമല്ലേ? ആർദ്രമായി ജിതിൻ ചോദിച്ചു. ചുണ്ടുവിളത്തി കുഞ്ഞുങ്ങളെ പോലെയുള്ള അവൻ ആ ചോദ്യം കേട്ടാൽ തന്നെ കേട്ടു നിൽക്കുന്നവർക്ക് പാവം തോന്നും. അങ്ങനെയാണ് ആ ചോദ്യം. അത്രയും ദയനീയമായി. പാറൊന്നും മിണ്ടിയില്ല. അവനെ ഞാൻ കൊത്താം, നീ എന്നെ സ്നേഹിക്കൂടി ചക്കരെ? ജിതിൻ പിന്നെയും ചോദിച്ചു. പാറു പിണഞ്ഞുകൊണ്ട് അവരെ നോട്ടം നോക്കി. അവളുടെ ആ ഞെട്ടൽ ജിതിന്റെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നുണ്ടായിരുന്നു. ജിതിൻ തലയിരിച്ചുകൊണ്ട് നിരഞ്ജനെ നോക്കി. നിരഞ്ജ, നീ എങ്ങനെയാടാ? ഇവൾക്ക് വേണ്ടി ചാവൂ നീ? ജിതിൻ എടുത്ത് ചോദിച്ചു. ചാവും, അവൾക്ക് വേണ്ടി ചാവും. പക്ഷെ ചത്തൊടുങ്ങും മുമ്പ് നിന്നെ ആ കൊന്നിരിക്കും. നിരഞ്ജൻ അലറി. ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറഞ്ഞ ഇതാണല്ലേ? ജിതൻ കൈകൾ കൂട്ടിയടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. എന്നാ ഞാൻ നിന്റെ പ്രണയം ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ? ജിതിൻ ചോദിക്കുന്നതിനൊപ്പം തന്നെ ആ ഗ്ലാസ് സ്റ്റോവിൽ തിളക്കാൻ വെച്ചിരുന്ന എണ്ണ എടുത്ത് ചട്ടിയോടെ ഇങ്ങ് കൊണ്ടുവന്നു. ദേ, നിന്റെ ഒരു കൈയെങ്കിലും ഇതിലേക്കൊന്നിട്ടേ. ഏകലവ്യൻ ഗുരുഭക്തി തെളിയിക്കാൻ ഒരു വിരലർത്ത് കൊടുത്തില്ലേ? അതുപോലെ ഒന്നോ രണ്ടോ വിരലോ എങ്കിലും നീയും നിന്റെ പ്രണയം തെളിയിക്കാൻ സാക്രിഫൈസ് ചെയ്യുന്നിരച്ച വേഗാവട്ടെ. ജിതിൻ തിടുക്കം കൂട്ടി. ഇതുവരെ ഇല്ലാതൊരു ഭയം തോന്നിപ്പോയി നിരഞ്ജന്. ആ തിളച്ചു മറിയുന്ന എണ്ണ അവൻ തന്റെ ദേഹത്തോട്ട് കോരി ഒഴിക്കുമോ എന്ന് പോലും നിരഞ്ജൻ ആശങ്കപ്പെട്ടു പോയി. അങ്ങനെ ഇപ്പൊ നിരഞ്ജൻ സാറിന്റെ സ്നേഹം മാത്രം പരീക്ഷിച്ചാൽ മതിയോ? ജിതിന് എന്തോന്ന് പറയാൻ കൂടെ തുടങ്ങിയവേ അങ്ങേയറ്റെന്ന് കാർത്തുവിന്റെ സ്വരമേർന്നു. എല്ലാവരുടെയും ശ്രദ്ധ ഒരുപോലെ അങ്ങോട്ട് നീണ്ടു, കൂടെ ജിതിന്റെയും. എന്താ മോളെ? എന്താ, എന്തെങ്കിലും മൊഴിഞ്ഞായിരുന്നോ? വക്രീച്ച ചിരിയോടെ ജിതിൻ ചോദിച്ചു. ആ ചിരിയാണ് ഉള്ളിൽ ഭയം വന്ന് നിറഞ്ഞെങ്കിലും കാർത്തു അത് പുറത്ത് കാണിച്ചില്ല. ജിതിൻ എഴുന്നേറ്റ് അവിടെ അടുത്തേക്ക് ചെന്നു. കാർത്തു ഹരിയെ നോക്കി. കൂടെ നിന്നേക്കണേന്ന് കണ്ണുകൾ കൊണ്ട് സൂചന നൽകി. ആ പൊട്ടനാണ് ഇത് എന്ത് തേങ്ങ വിളി കാണിക്കുന്നൊരു ഭാവത്തിലാണ് ഇരിക്കുന്നു. മോളെന്തോ പറഞ്ഞല്ലോ, ചേട്ടനങ്ങ് ശരിക്ക് കേട്ടില്ലായിരുന്നു. എന്താ മോളെ പറഞ്ഞ്? ജിതിൻ ചെവിയിൽ കൈ ചേർത്തുകൊണ്ട് ആളുടെ അടുത്തേക്ക് ചെവി അടുപ്പിച്ചു. പറയുന്നുണ്ടെന്ന് തോന്നരുത് ഏട്ടാ. നിങ്ങൾ പാറു ചേച്ചി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ചേച്ചി നിരഞ്ജന്റെ പിന്നാലെ പോയില്ലായിരുന്നു. കാർത്തു പുച്ഛത്തോടെ പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം നിരഞ്ജന് കിട്ടിയ പോലെ ഒരു അടി കാർത്തുവിന് കിട്ടി. പല്ലൊരെണ്ണ ഇളകി വായിൽ വീണവൾ പുറത്തേക്ക് തുപ്പുന്നതാണ് പക്രു പേടിച്ച് കരഞ്ഞുപോയി. പക്ഷേ കാർത്തു ആ അടി പ്രതീക്ഷിച്ചിരുന്നു. ബാക്കി എല്ലാവരും ആക്രോശിച്ചിട്ടും കാർത്തു കരഞ്ഞില്ല. അവനോട് കെഞ്ചിയില്ല. കാര്യം പറയുമ്പോൾ അടിച്ചു പിടിച്ച് നാവൊതുക്കാന്ന് വിചാരിക്കേണ്ട ജിതിൻ ചേട്ടാ. നിങ്ങൾ കൊടുത്ത സ്നേഹം പോരായിട്ട് തന്നെയാ പാറു ചേച്ചി നിങ്ങളെ തഴഞ്ഞ് നിരഞ്ജനെ തിരഞ്ഞെടുത്ത്. എനിക്കത് ഉറപ്പാ.
കാർത്തു പിന്നെയും പിന്നെ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞു. ജിതിൻ ഞൊടിയിടയിൽ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി. കാർത്തുവിന്റെ തലയോട്ടി ഇളകി വരുമട്ടിൽ വേദനിച്ചു പോയി. കാർത്തു ഇടങ്ങണിട്ട് ഹരിയെ നോക്കി. ഇത് തനിക്കുള്ള ഊഴമാണെന്ന് ഹരിക്ക് മനസ്സിലായി. കാര്യം പറഞ്ഞതിന് നീ എന്തിനാ ജിതിനെ ദേഷ്യപ്പെടുന്നത്? അവള് പറഞ്ഞ കാര്യം തന്നെയല്ലേ. ശരിക്കും അഗ്നിപരീക്ഷണം വേണ്ട നിരഞ്ജൻ സാറിനല്ല, നിനക്കാ. നിന്റെ പ്രണയം ആദ്യം പാറുവിന് ബോധ്യപ്പെട്ടെ. അത് നീ ആത്മാർത്ഥമാണെന്ന് തെളിച്ചാ പിന്നെ ഈ പൊല്ലാപ്പിനൊന്നും ആവശ്യമില്ലല്ലോ. പാറു നിന്റെ കൂടെ വരും. നിങ്ങൾക്ക് പണ്ടത്തെ പോലെ സ്വസ്ഥമായിട്ട് ജീവിക്കാലോ. ഹരി കൂടെ കാർത്തുവിന്റെ പക്ഷം ചേർന്ന് പറവേ കാർത്തുവിന്റെ മുടിക്കുത്തിൽ പിടിച്ചിരുന്ന ജിതിന്റെ കയ്യാഞ്ഞു. കാർത്തുവിന്റെ ചുണ്ടിൽ പതിയൊരു ചിരിമിന്നി. അവനെ കായികപരമായി നേടാൻ സാധിക്കുന്നതിന് എളുപ്പം അവനെ മാനസികപരമായി നേരിടുകയാണെന്ന് കാർത്തു മനസ്സിലാക്കിയെടുത്ത് കളഞ്ഞിരുന്നു. ഏറ്റവും ദുർബലമായ അവന്റെ മനസ്സിനെ ആശങ്കയിൽ ആഴ്ത്തണം, അതുവഴി അവനെ തോൽപ്പിക്കണം. കാർത്തു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിരഞ്ജനെ ഒന്ന് പാളി നോക്കി. പന്ത് തന്റെ കാൽക്കിലേക്ക് കാർത്തു തള്ളിവിട്ടെന്ന് നിരഞ്ജന് മനസ്സിലായി. ഇനി ഈ കളി നിയന്ത്രിക്കുന്നത് താനും കൂടെ കൂടിയാണെന്ന് നിരഞ്ജന് മനസ്സിലായി. എന്റെ പാറുവിനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. ഇതുവരെ മുന്നിൽ നിന്ന ജിതിനെ പോലെയല്ല ഇപ്പോൾ അവൻ. കാർത്തുവിന്റെ ആ ഒരൊറ്റ തന്ത്രത്തിൽ അവൻ പ്രകോപിതനായിട്ടുണ്ടെന്ന് തോന്നി നിരഞ്ജന്. ആണോ? ഇതാണോ സ്നേഹം? കൊള്ളാലോ. ഇങ്ങനെ കൊല്ലാകൊല ചെയ്താലൊന്നും പാറു ചേച്ചി നിങ്ങൾക്ക് കിട്ടില്ല. അഗ്നിപരീക്ഷണം വേണ്ട നിങ്ങൾക്കാണ്, അല്ലാതെ നിരഞ്ജൻ സാറിനല്ല. കാർത്തു വീണ്ടും വലയെറിഞ്ഞു. ജിതിന്റെ മുഖം കാർമേഘം പോലെ ഇരുണ്ടു. അവൻ കൂടുതൽ അസ്വസ്ഥനായി. നിനക്ക് പറ്റില്ലേ പറഞ്ഞതിനെ ഈ കെട്ടൊന്നഴിച്ചുവിട്, ഞാൻ തെളിയിക്കാം എനിക്ക് അവളോടുള്ള സ്നേഹം. നിരഞ്ജൻ ജിതിന്റെ ആശങ്കയിൽ അവസാനത്തെ അണിമടിച്ചു. ജിതിനാകെ വെപ്രാളമായി. അവന് തന്റെ പാറുവിനോടുള്ള ആത്മാർത്ഥ സ്നേഹം എങ്ങനെ തെളിയിക്കണമെന്നോർത്ത് വെപ്രാളമായി. നിരഞ്ജൻ അവളെ സ്നേഹം തനിക്ക് മുകളിൽ സ്ഥാപിച്ചെടുത്താലോ എന്ന ഭയം ജിതിനെ വിഴുങ്ങി. അവൻ ആരെയും ശ്രദ്ധിക്കാതെ പാറുവിന് മുമ്പിലേക്ക് മുട്ടൂത്തിയിരുന്നു. പാറു മോളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ മോളെ? നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? അവനേക്കാൾ ഞാനല്ലേ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്? പ്രതീക്ഷയോടെ ജിതിൻ പാറുവിനോട് ചോദിച്ചു പോയി. പാറു ചുവന്ന് കലങ്ങിയ കണ്ണുകൾ തുറച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി. ഇഷ്ടാണെങ്കിൽ അവരൊക്കെ പറയുന്ന പോലെ തെളിയിക്ക്. പാറു മുരണ്ടു. കാർത്തുവിന്റെ ചുണ്ടുകളിൽ അത് കാണാൻ ഒരു ഗൂഢസ്മിതം തെളിഞ്ഞു വന്നു. ജിതിൻ തുടങ്ങി വെച്ച ഈ പൂച്ചേമേലിയും കളി അവസാനിക്കാൻ പോവുകയാണ്, അല്ല അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാർത്തു കണക്കൂട്ടി. ജിതിൻ പാറുവിനെ തന്നെ ഉറ്റുനോക്കി അല്പനേരം ഇരുന്നു. പറ, ഞാൻ എന്ത് വേണം? ജിതിൻ പതിയെ ചോദിച്ചു. അവന്റെ സ്വരം ഉറച്ചതായിരുന്നു. തന്റെ ഭ്രാന്ത സ്നേഹം തെളിയിക്കാൻ അവൻ എന്തും ചെയ്യുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. പാറു കൈകൾ ഉയർത്തി കാണിച്ചു. കെട്ടഴിക്ക്. ജിതിൻ അല്പം മടിച്ചു നിന്നു. കെട്ടഴിക്ക്. എന്നെ മാത്രം അഴിച്ചുവിട്. നിന്റെ സ്നേഹം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാ ഞാൻ നിന്റെ കൂടെ വരാം. പാറു പിന്നെ തന്നെ പറഞ്ഞു. ജിതിൻ പകുതി മനസ്സോടെ തന്നെ ചെയ്തു. അവനിപ്പോൾ ഏറ്റവും മുൻഗണനയിലുള്ളത് പാറുവിനെ കൊണ്ട് തന്റെ സ്നേഹം അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അവൻ ചുറ്റുള്ളവരെല്ലാം നോക്കി. എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് ക്ഷീണിച്ചു പോയിരിക്കുന്നു. അതും താൻ കാരണം. ജിതിന് അവരോട് ആരോടും ദേഷ്യമില്ല, പരിഭവമില്ല, പരാതിയില്ല. ആകെയുള്ള അവന്റെ പ്രശ്നം പാറുവാണ്. അവരെല്ലാം അവളെ തനിക്ക് പിടിച്ചു വെച്ചിരിക്കുന്നത് മാത്രമാണ് അവന്റെ പ്രശ്നം. പാറു സ്വന്തം താല്പര്യത്തോടെ തനിക്കൊപ്പം വരികയാണെങ്കിൽ ജിതിൻ എല്ലാവരോടും പുറത്തു കൊടുക്കും. അവൻ ആരോടും ദേഷ്യം ഉള്ളിൽ വെക്കാൻ സാധിക്കില്ലല്ലോ. അവൻ അത്രയും പാവാണല്ലോ. ഉള്ളിലൊന്നുമില്ലാത്ത പൊള്ളയായ മനസ്സിന്റെ ഉടമ ജിതിൻ, പാറുവിന്റെ ജിത്തുവേട്ടൻ. പാറു പതിയെ എഴുന്നേറ്റു. അവളുടെ കാലുകൾ തളർന്നു പോകുന്നുണ്ടായിരുന്നു. ഒരേ ഇരിപ്പല്ലായിരുന്നു ഇത്ര നേരം. പാറു എഴുന്നേറ്റ് അവൾ നടുവിലിട്ടിരിക്കുന്ന കസേരയിലേക്ക് കയറിയിരുന്നു. അവൾക്കിപ്പോൾ എല്ലാവരെയും കാണാം. എല്ലാവരും തന്നെ പോലെ തന്നെ അവശരായിരിക്കുകയാണ്. പാറുവിന്റെ നോട്ടം കാർത്തുവിൽ ഉടക്കി നിന്നു. അവൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതിനെ പറ്റി പാറുവിന് ഊഹമൊന്നുമില്ല. അവൾക്കൊപ്പം അങ്ങ് ഏറ്റു പിടിച്ചു എന്ന് മാത്രം. കാർത്തുവിനുള്ളിൽ പ്രത്യേകിച്ച് ഒരു പദ്ധതിയില്ലെങ്കിലും ഈ ഒരു തന്ത്രമൊഴിച്ച് മറ്റൊന്നും ജിതിന്റെ അടുത്ത് വിലപ്പോവില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. കാർത്തു ആ തിളച്ചു മറിയുന്ന എണ്ണപാത്രം പാറുവിനെ കണ്ണുകൾ കൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പാറു ജിതിന് നേരെ തിരിഞ്ഞു. നിരഞ്ജൻ സാറിന് കൊടുത്ത പരീക്ഷ തന്നെ അങ്ങ് ഏറ്റെടുക്കി ജിത്തുവേട്ട. ഏകലവ്യം വിരൽ നൽകിയ ഗുരുദക്ഷിണയായിട്ടാണെങ്കിൽ അങ്ങെനിക്ക് സ്വന്തം പ്രണയത്തിന്റെ സ്മാരകമായി ആ വിരലുകൾ ഇങ്ങ് തന്നാലോ? പുച്ഛത്തോടെയാണ് പാറു അത് പറഞ്ഞത്. എല്ലാവരുടെ മുഖത്തും നേരത്തെ ഒരു ചിരി വന്ന് നിറഞ്ഞു. ജിതിൻ ആ വെല്ലുവിളിയിൽ പതറിപ്പോകുമെന്ന് എല്ലാവരും ചിന്തിച്ചു. പക്ഷെ ആ ചിരി മായാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. ഒരു നിമിഷം പോലും ഒന്ന് ചിന്തിക്കൂടി ചെയ്യാതെ ജിതിൻ ആ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വിരൽ താഴ്ത്തി കഴിഞ്ഞു. നിരഞ്ജൻ തൊട്ടുമുമ്പിൽ നടക്കുന്ന ആ കാഴ്ചയിൽ കണ്ണിൽ ഇറുക്കെ ചിമ്മിക്കളഞ്ഞു. എന്നിട്ടും മാംസം കരിയുന്ന ഗന്ധം കൃത്യമായി അവന്റെ മൂക്ക് വലിച്ചെടുത്തു. നിരഞ്ജൻ പിന്നെയും ജിതിനെ നോക്കി. ഇപ്പോഴും കയ്യതിൽ മുക്കിയിരിപ്പാണ്. എന്നിട്ട് ഉറക്കെ അലറുകയാണ്. ഈ പുല്ലിന് റിഫ്ലക്സ് ആക്ഷൻ ഒന്നുമില്ലേ ദൈവമേ? പിറുവിരുത്തോണ്ട് നിരഞ്ജൻ ആ എണ്ണച്ചട്ടിയുടെ കാലുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് തട്ടിത്തെറിപ്പിച്ചു. ജിതിനും നിരഞ്ജന്റെ ആ പ്രവൃത്തിയിൽ ഒരു വശം ചെരിഞ്ഞു വീണു. ഇതിനെയാണോ ഈ ട്രൂ ലവ് എന്നൊക്കെ പറയുന്നത്? ഹരി കാർത്തിവിനോട് അടക്കം പറഞ്ഞു. ഇത് പ്രേമ മണ്ണങ്ങാട്ടിയൊന്നുമല്ല, ഭ്രാന്ത, നല്ല അസല് ഭ്രാന്ത്. കാർത്തു പല്ലിറുമി പോയി. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. പറ, ഞാനല്ലേ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്?
ഞാനല്ലേ നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത്. എന്റെ കൂടെ വരില്ലേ പാറു, പ്ലീസ്, എന്റെ പൊന്നല്ലേ, വാടാ വാ. ജിതിൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ആ കരച്ചിൽ ആരായാലും കൂടെ പോകും. അങ്ങനെയാണ് ജിതിൻ കരയുന്നത്. പാറു ഉമിനീര് വിഴുങ്ങി ഇരുന്നു പോയി. ജിതിൻ പതിയെ അവിടുന്ന് എഴുന്നേറ്റു. ആ നിരഞ്ജന നേരെ തിരിഞ്ഞു. കണ്ടോ, എന്റെ പാറുവിന് വേണ്ടി ഞാൻ എന്തു ചെയ്യും. ഇനിയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ കരടാവാതെ നിനക്ക് ഒഴിഞ്ഞതോടെ നിരഞ്ജ. എനിക്ക് നിങ്ങളോട് ആരോടും ശത്രുതയില്ല, എനിക്ക് നിങ്ങളോട് ആരോടും ദേഷ്യമില്ല. ഇപ്പൊ ഞാൻ ചെയ്തതിനൊക്കെ നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും അത് ഞാൻ സ്വീകരിക്കും. പകരം എന്റെ പാറുവിന് എനിക്ക് തന്നേക്കണേ. എനിക്ക് അവളിൽ ആ പറ്റത്തില്ല. എന്റെ ജീവനും ജീവിതവും സത്യമായിട്ടും എന്റെ എല്ലാം അവളാ. ജിതിൻ എല്ലാവരെയും നോക്കി കരഞ്ഞു. ആദ്യം സ്നേഹം പൂർണ്ണമായിട്ട് തെളിയിക്കേട്ടാ, എന്നിട്ട് മതി പട്ടി പോകുന്ന പോലെ ഈ മോങ്ങല്. കാർത്തു പുച്ഛത്തോടെ വിളിച്ചു പറഞ്ഞു. ജിതിൻ കണ്ണുനീർ കൊണ്ട് മങ്ങിയ കണ്ണുകൾ മുറുക്കെ തുടച്ചുകൊണ്ട് കാർത്തുവിനെ തിരിഞ്ഞു നോക്കി. ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടത്, പറ, ഞാൻ ചെയ്യാം. വീണ്ടും നോവുന്ന സ്വന്തം കയ്യിലേക്ക് നോക്കിയാണ് ജിതിനായി ചോദിച്ചത്. ഇതുകൊണ്ട് തീർന്നോ ചിത്തേട്ടാ? എന്റെ ഇഷ്ടം തെളിയിക്കാൻ നിങ്ങൾ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്? എണ്ണി ഞാൻ പറഞ്ഞു തരട്ടെ? അതൊക്കെ ഞാൻ തിരിച്ചു ചെയ്യാൻ പറഞ്ഞാ എന്റെ ജിത്തുവേട്ടൻ ചെയ്യോ? പാറു പുച്ഛത്തോടെ ചോദിച്ചു. ജിതിന് മുഖത്ത് അന്നേരം വല്ലാത്തൊരു ഭയം വന്ന് നിറഞ്ഞു. ചെറിയ ഭയമൊന്നുമല്ല, ഭീകരമായ ഭയം. പാറുവിനൊപ്പമുള്ള ജീവിതം അവന്റെ മുന്നിൽ ചിത്രങ്ങൾ തീർത്തു. അതിൽ താൻ പാറുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഓരോ കാര്യങ്ങളും അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ ചിന്തകൾ അവനെ കൊണ്ടെത്തിച്ച് പാറു അനുഭവിച്ച ദുരിതങ്ങളിലേക്കാണ്. ജീവിതത്തിൽ ആദ്യമായി തന്റെ കൂടെയുള്ള ജീവിതം പാറുവിന് സുഖകരമല്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം ജിതിൻ തിരിച്ചറിഞ്ഞു. പക്ഷേ എന്ന് കരുതി അവന്റെ പാറുവിനെ അങ്ങ് വേണ്ട നോക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്താ ജിത്തുവേട്ടനൊന്നും മിണ്ടാത്തെ? എന്നെ സ്നേഹിച്ച പോലെ ഞാനും തിരിച്ചൊന്ന് സ്നേഹിക്കട്ടെ എന്റെ ജിത്തുവേട്ടനെ? പാറു പിന്നെയും ചോദിച്ചു. ജിതിൻ ഓർത്തെടുക്കുകയായിരുന്നു അവൻ തന്റെ ഭാര്യയെ സ്നേഹിച്ച രീതി. ഒരു കാലം ചോറുണ്ടാക്കി വെച്ച് എന്റെ ജിത്തുവേട്ടൻ ഞാൻ ഊട്ടട്ടെ, കഴിക്കോ? വയറ് പൊട്ടും വരെ കഴിക്കോ? ഒരിക്കലും എഴുന്നേറ്റിടുന്ന പനി കൂടുന്ന് പറയുന്ന കട്ടിൽ കെട്ടിയിട്ടില്ലേ? 7-8 മണിക്കൂർ ജിത്തുവേട്ടൻ ഞാനിതുപോലെ കെയർ ചെയ്തോട്ടെ. എണ്ണി പറയുകയാണ് പാറു. അവളുടെ സ്വരത്തിലെ മൂർച്ച അത് ചെറുതൊന്നുമല്ല. എതിരെ നിൽക്കുന്നവനെ അവൾ വാക്കുകൾ കൊണ്ട് പോറലേൽപ്പിച്ച് വിടുകയാണ്. എന്താ ചേട്ടൻ ഇങ്ങനെ വിയർത്തി നിൽക്കുന്നത്? പാറു ചേച്ചി നിങ്ങൾ സ്നേഹിച്ചവരെ തിരിച്ച് സ്നേഹിച്ചോട്ടെ എന്നല്ലേ ചോദിക്കുന്നുള്ളൂ. അതിന് ഇതിന് മാത്രം വിയർക്കുന്ന എന്തിനാ? കാർത്തു പുച്ഛത്തോടെ ചോദിച്ചു. ജിതിന്റെ ഉള്ളിലേക്ക് ആ ചോദ്യം ഒരു തീകോളം പോലെ പാഞ്ഞു കയറി. ശരിയാ, കാർത്തു പറഞ്ഞ പോലെ പാറു സ്നേഹിച്ചോട്ടെ എന്നല്ലേ ചോദിക്കുന്നുള്ളൂ. ജിത്തുവേട്ടൻ സ്നേഹിച്ചതിൽ ഇരട്ടി ഞാൻ അതേ അളവിൽ അതേ രീതിയിൽ തിരികെ തരാം. പക്ഷേ ഒരൊറ്റ കടം മാത്രം ബാക്കി നിൽക്കും. നിങ്ങളൊരു പുരുഷനായതുകൊണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഗർഭം ചവിട്ടിക്കലക്കി സ്നേഹിക്കാൻ സാധിക്കില്ല. ആ ഒരൊറ്റ കടം മാത്രം ബാക്കി നിൽക്കും. അരക്കമില്ലാത്ത തന്റെ കയ്യിൽ കിടന്ന് തന്റെ കുഞ്ഞിന്റെ മുഖം ഓർമ്മ വന്നുപോയി അവൾക്ക് കരച്ചിൽ വന്നു. ജിതിനാദ്യമായി ഉത്തരമില്ലാത്തവനെ പോലെ നിൽപ്പാണ്. ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് ഇപ്പോഴും അവൻ അംഗീകരിക്കാൻ വയ്യ. എന്നാലും തന്റെ ജീവിതത്തിൽ എന്തോ എവിടെയോ തകരാറുള്ള പോലെ അവന് തോന്നി. ജിതിൻ അങ്ങനെ തന്നെ നിന്നുപോയി. ഓരോരുത്തരായി വാക്കുകൾ കൊണ്ട് അവനെ പ്രഹരേൽപ്പിച്ചു തുടങ്ങി. ജിതിന്റെ ദേഹം തളർന്നു. അതേ നിമിഷമാണ് വാതിലൊരു മുട്ടി കേൾക്കുന്നത്. എല്ലാവരും പ്രതീക്ഷയോടെ ആ വാതിലിലേക്ക് നോക്കി, ഒപ്പം ജിതിനെയും. കാർത്തുവിന്റെ കണ്ണുകൾ ആ ക്ലോക്കിലേക്ക് ഒരിക്കൽ കൂടെ നീണ്ടു. സമയം 5:30. ഈ സമയമാകുമ്പോഴേക്കും കട തുറന്നിടാറുണ്ട്. സ്റ്റേഷനിലേക്ക് അശോകേട്ടൻ പോകുന്നതിന് മുമ്പേ വേണമെങ്കിൽ പോലും ഇവിടെ വന്നൊരു കാലി ചായ കുടിച്ചു പോകും. വെറുതെ ഒരു ചായ കുടിച്ചു പോകണമെന്ന് മാത്രമല്ല അശോകന്റെ ഉദ്ദേശം. പ്രായം തികഞ്ഞ 2 പെൺകൊച്ചുങ്ങൾ അന്തിയുറങ്ങുന്ന ഇടമാണ്. അതിപ്പോ അവരെ കുറിച്ച് അന്വേഷിക്കാൻ കൂടെ വരുന്നതാണ്. അന്നും അശോകൻ വന്നു പതിവ് പോലെ. അശോകൻ വരുന്നവരെ എങ്ങനെയെങ്കിലും ജിതിന്റെ ചിന്തകളും ചെയ്തികളും മാറ്റണമെന്നേ കാർത്തുവിന് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എന്തോ ആ വാതിൽ തുറക്കാതായപ്പോൾ ഒരു ആശങ്ക. എല്ലാവരും ഫോണിലേക്ക് മാറി മാറി വിളിച്ചു നോക്കിയിട്ട് ആരും എടുക്കുന്നുമില്ല. എന്നാൽ അകത്ത് വെട്ടമുള്ള പോലെ തോന്നുന്നുണ്ട്. അശോകൻ പിന്നെയും മുട്ടിക്കൊണ്ടിരുന്നു. വെപ്രാളത്തോടെ ഫോൺ എടുത്ത് വിളിച്ച നിരഞ്ജനയാണ്. പക്ഷേ മറുഭാഗം ബെൽമുഴങ്ങി തുടങ്ങിയപ്പോൾ അശോകന്റെ കണ്ണുകളൊന്ന് കൂർത്തു. അത് ആ ചായക്കടക്കുള്ളിൽ നിന്നാണ്. അശോകൻ ഒന്നുകൂടെ ഫോൺ കെട്ടാക്കി പിന്നെയും വിളിച്ചു. പിന്നെയും അതേ നിമിഷത്തിൽ കടക്കുള്ളിൽ നിന്ന് ഫോണിന്റെ ശബ്ദം. അപ്പോഴേക്കും ജിതിൻ നിരഞ്ജന്റെ ഫോൺ അവന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു വലിച്ചെടുത്തുകൊണ്ട് കട്ടാക്കിയിരുന്നു. നിരഞ്ജൻ മുഖമുയർത്തി അവനെ നോക്കി. ദേഷ്യം കൊണ്ട് നിരഞ്ജൻ അണപ്പല്ലിൽ ഞെരിഞ്ഞ് അമരുന്നുണ്ടായിരുന്നു. പക്ഷേ ജിതിന്റെ മുഖം നിർവികാരമായിരുന്നു. ജിതിൻ ഫോൺ നിരഞ്ജന്റെ അരികിലേക്ക് തന്നെ വെച്ചു കൊടുത്തപ്പോൾ അവനെ നെറ്റി വിളിഞ്ഞു. ഒന്നും നോക്കാതെ അവൻ ഹരിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. കുരിശു കണ്ട സാത്താനെ പോലെ ഹരി വിളറി വെളുത്തുപോയി. പക്ഷേ ജിതിൻ അവന്റെ കയ്യിലെ കെട്ടഴിച്ചു വിടുന്ന കാണെ ഹരിയുടെ ഉൾപ്പെടെ എല്ലാവരുടെയും കണ്ണുകൾ തള്ളിപ്പോയി. പകച്ചിരുന്ന ഹരിയുടെ കവിളവൻ പതിയെ തട്ടി. സോറിയണ. അത് പറയുമ്പോൾ ജിതിന്റെ സ്വരമൊന്ന് ഇടറി. അവന് ഹരി ഇറുകെ പുണർന്ന് കരഞ്ഞു. ഹരിയാണെങ്കിൽ തിരികെ ജിതിനെ ഒന്ന് ചേർത്ത് പിടിക്കൂടി ചെയ്യാൻ തരിച്ചിരുന്നു പോയി. ഈ കണ്ടകശനിയൊന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിലെന്ന് അവൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു പോയി. കേട്ടു ഹരിയുടെ ആ പ്രാർത്ഥന ദൈവം കൃത്യമായി കേട്ടു. ജിതിൻ കാറ്റുപോലെ ആ വാതിലിനടുത്തേക്ക് നീ. ആ വാതിലിന്റെ കുറ്റി നീക്കും മുമ്പേ തലയിരിച്ച് അവൻ തന്റെ പാറുവിനൊന്നുകൂടെ നോക്കി. പാറു നെറ്റി വിളിച്ചുകൊണ്ട് അവനെ
പോയിട്ട് വരാം. ജിതിൻ പതിയെ തലയാട്ടിക്കൊണ്ട് ആളോട് യാത്ര പറഞ്ഞു. സ്കൂളിൽ പോകുന്നേരം കുഞ്ഞുങ്ങൾ അമ്മയോട് യാത്ര പറയും പോലെ. എന്തോ അപകടമുണ്ട്, അശോകൻ ഉറപ്പിച്ചു. ഉള്ളിൽ കയറി നോക്കും മുമ്പേ സ്റ്റേഷനിൽ വിളിക്കാമെന്നോർത്തു അശോകൻ ഫോണെടുത്ത് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അകത്തെ വാതിൽ തുറന്ന് ചുരുങ്ങിയ കണ്ണുകളോടെ അശോകൻ അകത്തേക്ക് നോക്കി. അകത്തെ മഞ്ഞ വെളിച്ചത്തിനെതിരെ നിൽക്കുന്ന ജിതിന്റെ മുഖം ഒറ്റ നോട്ടത്തിൽ അശോകന്റെ കണ്ണിൽ പിടിച്ചില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. വിയർത്ത് കുളിച്ച് വല്ലാത്തൊരു ഭാഗത്തോടെ നിൽക്കുന്നവനെ കാണാൻ തന്നെ അശോകൻ എന്തോ ഒരു വശപ്പശക തോന്നി. അശോകൻ എന്തോ അങ്ങ് ചോദിക്കുമ്പോഴേക്കും ജിതിൻ ഇങ്ങോട്ട് സംസാരിച്ച് തുടങ്ങിയിരുന്നു. ചേട്ടൻ ചായ കുടിക്കാമെന്നാണോ? ജിതിൻ സമാധാനപരമായി ചോദിച്ചു. ചേട്ടൻ ചായ കുടിക്കാമെന്നാണോ ഒന്ന്? അതെ. എന്നാ കയറി കുടിച്ചോ, പാറിപ്പോ ഫ്രീയാ, ഇപ്പൊ പോയാൽ കിട്ടും. അശോകൻ എന്തോ പിന്നെയും ചോദിക്കാമെന്നാണ്. അന്നേരമാണ് ജിതിൻ അശോകനെ ശരിക്കും ശ്രദ്ധിക്കുന്നത്. ഈ ഇരുട്ടത് ടോർച്ചൊന്നുമില്ലാതെയാണ് ഇറങ്ങിയെടുക്കുന്നത്. തട്ടിത്തടഞ്ഞ് വീഴില്ല ഏട്ടാ. ചോദിക്കുന്നതിനൊപ്പം തന്നെ തന്റെ ബൈക്കിന്റെ ഉള്ളിൽ നിന്ന് ചെറിയ ടോർച്ച് എടുത്ത് കയ്യിൽ കൊടുത്ത് ജിതിൻ. നോക്കി നടക്കണേ ഏട്ടാ, ഇഴജന്തുക്കളൊക്കെ കാണും. ഒരു 360 ഡിഗ്രി ആണെങ്കിൽ സാറാണ് തന്നെ ഉപദേശിക്കുന്നറിയാതെ അശോകൻ തലയാട്ടി. എന്നാൽ ശരിയേട്ടാ, അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നും പറഞ്ഞ് ജിതിൻ ആ കടക്കരയിൽ ചാരി വെച്ചിരിക്കുന്ന ബൈക്ക് എടുത്തൊരു പോക്ക്. ഇനിയിപ്പോ പാറുമോടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കുമോ? ആ ചിന്തയോടെയാണ് അശോകൻ അകത്തോട്ട് കയറിയത്. അകത്തെ കാഴ്ച കണ്ട് അശോകൻ ഞെട്ടിത്തരിച്ചെന്ന് പോയി. എന്താണോ ഇത്, എന്തുപറ്റി? അശോകൻ ദിനേശൻ നോയി ചോദിച്ചു പോയി. ആ നാറിയോടെ, നിരഞ്ജൻ അലറി. ഏത് നാറി? ഇപ്പൊ ഇവിടുന്ന് പോയ തങ്കപ്പെട്ട ചെറുക്കനെയാണോ ഇങ്ങനെ നാറിന്ന് വിളിക്കുന്നത്? അശോകൻ അന്തം പറഞ്ഞ് നിന്നുപോയി. നോക്കി നിൽക്കാൻ കെട്ടൊഴിക്കാൻ അശോകേട്ടാ. നിരഞ്ജൻ ഒന്നുകൂടെ അലറിയപ്പോഴാണ് അയാൾക്ക് പോയ ബോധം വണ്ടി കയറി തിരികെ വന്നത്. അപ്പോഴേക്കും അരിയൊരു സൈഡിൽ നിന്ന് എല്ലാവരും കെട്ടഴിച്ച് തുടങ്ങിയിരുന്നു. പാറു ഒന്നിനും വയ്യാത്ത പോലെ ആ കസേരയിലേക്ക് തളർന്നിരിക്കുകയായിരുന്നു. പക്രുവിന്റെയും ദിനേശിനെയും കെട്ടഴിച്ചിട്ടാണ് ഹരി കാർത്തുവിനെ കെട്ടഴിക്കുന്നത്. ആ കെട്ടം കഴിച്ച വഴി അവൾ കൈവീശി അരിക്കൊന്നങ്ങ് കൊടുത്തു. കൂട്ടുകാരനെന്ന് പറഞ്ഞ കാലിനെ കൊണ്ട് നടക്കുന്ന ദ്രോഹി, ഇപ്പൊ ചത്തേനെയല്ല. ഹരിയൊന്നും മിണ്ടിയില്ല. ഇത്രയല്ലേ അവൾ ചെയ്തുള്ളൂ എന്നങ്ങ് സമാധാനപ്പെട്ടു. കയ്യിലെ കെട്ടഴിഞ്ഞ പാടെ നിരഞ്ജൻ ഓടി പാറുവിന്റെ അടുത്തേക്ക് വന്നു. മുഖം കുനിച്ചിരിപ്പാണ് അവൾ. നിരഞ്ജൻ അവളുടെ മുമ്പിലോട്ട് മുട്ടുത്തിരുന്നുകൊണ്ട് പതിയെ അവൾ വിളിച്ചു. പാറു നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. നിരഞ്ജൻ ഒന്നും നോക്കാതെ അവളുടെ മുഖം തന്നെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. ആ നെറുകയിലൊന്ന് ചുംബിച്ചു. പാറു അന്നേരം വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.